നമസ്കാരം, എൻ്റെ പേര് ശ്രീജ. എല്ലാവർക്കും ഈസി ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ്. 3 presidency banks, that is Bank of Bengal, Bank of Bombay, Bank of Madras, amalgamated in 1921 to form the Imperial Bank of India. സോ അതായത് 3 പ്രസിഡൻസി ബാങ്ക്സ് ഉണ്ടായിരുന്നു. അതായത് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഇവ മൂന്നും 1921 ലയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോം ചെയ്ത ഒന്നാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ SBI ബാങ്ക്. Till that time, all the functions of a central bank was performed by this bank. സോ ആ സമയത്തൊന്നും സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നില്ല, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ സെൻട്രൽ ബാങ്കിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. Then, in 1920s, started the Hilton Young Commission or the Royal Commission on Indian Currency and Finance to have a separate central bank. So, 1920s ഹിൽട്ടൺ യങ് കമ്മീഷൻ അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണ് ഒരു സെപ്പറേറ്റ് സെൻട്രൽ ബാങ്ക് വേണം എന്നൊരു ആശയം ഉന്നയിക്കുന്നത്. In 1926, a bill was introduced to recommend a new central bank. സോ 1926 ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു പുതിയ സെൻട്രൽ ബാങ്ക് വേണം എന്ന കാര്യം ബേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. In 1927, the bill was introduced in the Legislative Assembly but later withdrawn due to lack of agreement among various sections of people. So 1927 ഈ ബില്ലിനെ അവർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അത് അവിടെ പല ആൾക്കാർക്കും ഇതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ബില്ല് അവിടെ അഗ്രീഡ് ആയില്ല, അല്ലെങ്കിൽ ഈ ബില്ല് അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Then in 1933 a fresh bill was introduced in the Legislative Assembly by the White Paper on Indian Constitutional Reforms for a separate central bank or a separate reserve bank. സോ 1933 ഒരു ഫ്രഷ് ബില്ലിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ആൻഡ് അതും സെയിം ആവശ്യം തന്നെയായിരുന്നു, ഒരു സെപ്പറേറ്റ് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് സെൻട്രൽ ബാങ്ക് വേണം എന്നൊരു ആവശ്യത്തിനെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു ആ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ബിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് പേപ്പർ ഫോമിലായിരുന്നു. സോ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പുതിയ ആശയം നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. In 1934, the bill was passed and received the Governor General's assent. So 1934 ഈ ബില്ല് പാസ്സാവുന്നത്. In 1935, April 1st, RBI started its operations. So April 1st, 1935 ഈ RBI അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. RBI did not start as a government bank, instead as a privately owned bank. So ഈ RBI സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊരു പേരിലല്ല, അല്ലെങ്കിൽ ഒരു പബ്ലിക് ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓറിയൻറ്റഡ് ബാങ്ക് ആയിട്ടല്ല അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ്ലി ഓൺഡ് ബാങ്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then original headquarters was in Kolkata, but in 1937 it was shifted to Mumbai. So ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലായിരുന്നു. Then 1937 ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. Then first note was issued in January 1938. So ആദ്യത്തെ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് 1938 ജനുവരിയിലാണ്. The RBI also acted as Burma's, അതായത് ഇപ്പോഴത്തെ മ്യാൻമർ, സെൻട്രൽ ബാങ്ക് till 1947 April, and after the partition of India in August 1947, RBI functioned as Central Bank of Pakistan till 30th June 1948. സോ അതായത് RBI മ്യാൻമറിൻ്റെ ഒരു സെൻട്രൽ ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ 1947 വരെ. അതിനുശേഷം പിന്നെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ നടന്നതിന് ശേഷം, അതായത് ഓഗസ്റ്റ് 1947 ശേഷം ഈ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI, ഇപ്പോഴത്തെ RBI എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്കായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 30th June 1948 വരെയായിരുന്നു. On July 1st, 1949, State Bank of Pakistan started working as Central Bank of that country. So July 1, 1949 തൊട്ട് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നതായിരുന്നു പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്ക് ഓഫ് ആ കൺട്രി. Then after independence, the government placed Reserve Bank, that is Transfer to Public Ownership Act 1948, and took over RBI from private shareholders after paying appropriate compensation. Thus, nationalization of RBI took place in 1949, and from January 1st, 1949, RBI started working as a government-owned bank. സോ അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് 1947 ശേഷം ഈ RBI ആക്ട് 1948 നിലവിൽ കൊണ്ടുവരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ആക്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ്, അതായത് RBI പ്രൈവറ്റ് ഹോൾഡേഴ്സിൽ നിന്നും അത് നേരെ ഗവൺമെൻറ്റിലോട്ട് അല്ലെങ്കിൽ പബ്ലിക് ഓണർഷിപ്പിലോട്ട് കൊണ്ടുവരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുവേണ്ടി പ്രൈവറ്റ് ഹോൾഡേഴ്സിനെല്ലാം വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ പേ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാഷണലൈസേഷൻ ഓഫ് RBI ടുക്ക് പ്ലേസ് ഇൻ 1949. സോ നാഷണലൈസേഷൻ ഓഫ് RBI ഉണ്ടാവുന്നത് 1949
And from January 1st, 1949, RBI started working as a government-owned bank. So January 1st, 1949 തൊട്ടാണ് RBI എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊരു പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ദെൻ ഇതാണ് ആർ ബി ഐയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ഗവർണർ ഉണ്ടായിരിക്കും, ദെൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്, ദെൻ 2 ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്സ്, ദെൻ 4 ഹെഡ് ഓഫ് ലോക്കൽ ബോർഡ്സ്. ഈ ലോക്കൽ ബോർഡ്സ് എന്ന് പറയുന്നത് ബോംബെ, കൽക്കത്ത, മദ്രാസ്, ന്യൂഡൽഹിയാണ്. ഈ ഓരോ സ്ഥലത്തുനിന്നും ഓരോ ഹെഡ്, അങ്ങനെ മൊത്തത്തിൽ 4 ഹെഡ് ഓഫ് ലോക്കൽ ബോർഡ്സ് ആണ്. ദെൻ 10 അതർ ഡയറക്ടേഴ്സ്. അങ്ങനെ മൊത്തത്തിൽ 21 മെമ്പേഴ്സാണ് ഈ ഒരു സ്ട്രക്ചർ ഓഫ് ആർ ബി ഐക്കകത്ത് വരുന്നത്. 21 ആണ് വരുന്നത്. സോ ഇദ്ദേഹമാണ് നമ്മുടെ ഗവർണർ, ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ്. അദ്ദേഹമാണ് നമ്മുടെ ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ ഓർത്തിരിക്കാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗവർണർ ഓഫ് ആർ ബി ഐ എന്ന് പറയുന്നത് ഒസ്ബോൺ സ്മിത്ത് ആണ്. അതേപോലെ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്, അത് ഓർത്തിരിക്കുക അത്യാവശ്യമായൊരു കാര്യമാണ്. ദെൻ അതുപോലെ നമുക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ അതിൽ ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം BP കനുൻഗോ ആണ്. ദെൻ അടുത്തത് MK ജെയിൻ, ദെൻ അതേപോലെ MD പത്ര ആൻഡ് NS വിശ്വനാഥൻ. സോ ഇവരും 4 പേരുമാണ് ഇപ്പോഴത്തെ നമ്മുടെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്. ഇനി നമുക്ക് ആർ ബി ഐക്കുള്ള ഓഫീസസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന 4 റീജിയണൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അതായത് നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഓഫ് ആർ ബി ഐ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ലോക്കൽ ബോർഡ്സ് ഉണ്ട്. ആ 4 ലോക്കൽ ബോർഡ്സിൽ നിന്നും ഓരോ ഹെഡ് വെച്ച് നമുക്ക് 4 ഹെഡാണ് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ 4 ലോക്കൽ ബോർഡ്സ് ആണ് ഇതെല്ലാം. അതായത് നോർത്തിൽ ന്യൂഡൽഹി, ദെൻ സൗത്തിൽ ചെന്നൈ, ആൻഡ് ഈസ്റ്റിൽ കൊൽക്കത്ത, ആൻഡ് വെസ്റ്റിൽ മുംബൈ. അതുപോലെ തന്നെ ഈ 4 സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് സോണൽ ട്രെയിനിങ് സെൻറ്റേഴ്സും ഉണ്ട്. അതായത് സോണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് ന്യൂഡൽഹിയിലാണ്. ദെൻ അതേപോലെ ആർ ബി ഐക്ക് അതിൻ്റെ ഓഫീസേഴ്സിന് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് കോളേജസുകളുണ്ട്. അതായത് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ്, അത് ചെന്നൈയിലാണ്. ദെൻ അതേപോലെ തന്നെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ് പൂനെയിലാണ്. ദെൻ ആർ ബി ഐ തന്നെ റൺ ചെയ്യുന്ന ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി ഐ തന്നെ റൺ ചെയ്യുന്നതാണ്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ് NIBM, അതേപോലെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച്, ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ ആണ്. ആൻഡ് അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സൂപ്പർവിഷനാണ്. ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമിടപാടുകൾ നടത്തുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നത് ആർ ബി ഐ ആണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്ക്സ്. Commercial banks are a type of financial institution that accepts deposits, offers checking account services, make various loans and offers basic financial products. അതായത് നമ്മുടെ പ്രൈവറ്റ് സെക്ടറും അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകളെയാണ് ഈ കമേഴ്ഷ്യൽ ബാങ്ക്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതായത് അവർ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, ലോൺസ് പ്രൊവൈഡ് ചെയ്യും, അങ്ങനെ ബാക്കി വേറെ കുറേ ഫിനാൻഷ്യൽ പ്രോഡക്ട്സും അവർ ഓഫർ ചെയ്യും. Then അടുത്തത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ an establishment that focuses on dealing with financial transactions such as investment, loans and deposits. And that is example ആയിട്ട് അവർ പറയുന്നത് ബാങ്ക്, അതേപോലെ ട്രസ്റ്റ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡീലേഴ്സ്. ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ആദ്യം, അതിനകത്ത് വരുന്നതാണ് ഈ കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീലേഴ്സ്, ദെൻ നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസ്, ഇതെല്ലാം തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നതാണ്. ദെൻ അടുത്തത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫുൾ ബാങ്കിങ് ലൈസൻസ്, ദാറ്റ് ഇസ് ഇറ്റ് ഡോണ്ട് ടേക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. അതായത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബാങ്കിങ്ങിൻ്റെ പോലെ തന്നെ ആയിരിക്കണം, ബാങ്കിങ്ങിലെ പോലെയാണ്. അതായത് ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അവ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും, പക്ഷേ അവർ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റണം. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, ഇതെല്ലാം തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. സോ ആ ഒരു ഫെസിലിറ്റി മാത്രം നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യില്ല. ബാക്കി അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫുൾ ബാങ്കിങ് ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സർവീസ് ഇല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് ആദ്യത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെന്ന് പറയുന്നത് റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ദി പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ്. സോ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് എന്ന് അതിനകത്ത് ഉൾപ്പെടുന്നത് IMPS, അതേപോലെ RTGS, നെഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI ഇവയെല്ലാമാണ്. സോ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഒക്കെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.
പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇംപ്രൂവിങ് ദി ഓവറോൾ എക്കണോമിക് എഫിഷ്യൻസി. സോ നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ എക്കണോമിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് RBI ആണ്. The Payment and Settlement Systems Act of 2007 gives the RBI oversight authority, including regulation and supervision for the payment and settlement systems in the country. അതായത് ഈ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ആക്ട് 2007 ആ ഒരു ആക്ട് പ്രകാരമാണ് RBIക്ക് ഈ നെഫ്റ്റ്, RTGS എല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും തന്നെ റെഗുലേറ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി കിട്ടുന്നത്. Then these systems allow individuals, companies and firms to transfer funds from one bank to another. These facilities can only be used for transferring money within the country. So ഈ നേരത്തെ പറഞ്ഞ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ്, നേരത്തെ പറഞ്ഞ RTGS, നെഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇവയെല്ലാം തന്നെ നമുക്ക് ഒരു ബാങ്കിൽ നിന്നും വേറൊരു ബാങ്കിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിനകത്ത് തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കൺട്രിക്കകത്ത് വെച്ച് മാത്രം തന്നെ ട്രാൻസ്ഫേഴ്സ് നടത്താൻ പറ്റുകയുള്ളൂ. സോ ഇത്രയാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് ബാങ്ക് ആൻഡ് ഡെപ്റ്റ് മാനേജർ ടു ഗവൺമെൻറ്. സോ അതായത് ജസ്റ്റ് ആസ് ഇൻഡിവിജ്വൽസ് നീഡ് എ ബാങ്ക് ടു ക്യാരി ഔട്ട് ദിയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി, ഗവൺമെൻറ് ഓൾസോ നീഡ് എ ബാങ്ക് ടു ക്യാരി ഔട്ട് ദിയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മൾ ബാങ്കിനെ ആശ്രയിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്, പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ ഒക്കെയാണ്. സോ അത് തന്നെയാണ് ഈ RBI എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ RBI ഡിപ്പെൻഡ് ചെയ്യുന്നതും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. The RBI serves this purpose for the government of India. So RBI ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നോക്കി നടത്തുന്നത്. Then as a banker to the government of India, the RBI maintains its accounts, receive payments into and make payments out of these accounts. So RBI ആണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിൽ നിന്നും പൈസ ഇടപാടുകളെല്ലാം നടത്തുന്നത്. The RBI also helps the government of India to raise money from the public via issuing bonds and government approved securities. So ഈ RBI തന്നെയാണ് RBIയുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ RBI ഗവൺമെൻറ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പബ്ലിക്കിൽ നിന്നും പൈസ കളക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ബോണ്ട്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റി യൂസ് ചെയ്തുകൊണ്ടോ ആണ് ഇത്തരം പൈസകൾ പബ്ലിക്കിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച്. So അതെന്ന് പറഞ്ഞാൽ the central bank manages to reach different goals of the Foreign Exchange Management Act 1999. So Foreign Exchange Management Act 1919 പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണോ റിസർവ് ബാങ്ക് അച്ചീവ് ചെയ്യാനുള്ളത് അതൊക്കെ അവരൊരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരതൊക്കെ അച്ചീവ് ചെയ്യാനാണ് RBI ശ്രമിക്കുന്നത്. Then their objective is to facilitate external trade and payment and promote orderly development and maintenance of foreign exchange market in India. So RBIയുടെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എക്സ്റ്റേണൽ ട്രേഡും പേയ്മെൻറ്റും ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കുക, അതുപോലെ തന്നെ ഓർഡർലി ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻ ഇന്ത്യയിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുക. സോ ഇതൊക്കെയാണ് RBI മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് അടുത്ത ഫംഗ്ഷൻ, ദറ്റ് ഈസ് ഇഷ്യൂ ഓഫ് കറൻസി. Other than Government of India, RBI is a sole body authorized to issue bank notes in India. So Government of India അല്ലാണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ് ഈ നോട്ട്സ്, കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത്. Then the bank also destroys bank notes when they are not fit for circulation. So ഈ ഒരു നോട്ട്സ് എല്ലാം ഇനി സർക്കുലേറ്റ് ചെയ്യാൻ നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആ നോട്ട്സിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള അധികാരവും RBIക്കുണ്ട്. Then the objectives are to issue bank notes and give the public adequate supply of the same to maintain the currency and credit system of the country. സോ ഈ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് കറൻസി ഇഷ്യൂ ചെയ്യുന്നതിനുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് വഴി പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള കറൻസീസ് ലഭ്യമാവും. അതുവഴി തന്നെ ഈ കൺട്രിയുടെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ഫോർ പ്രിൻറ്റിംഗ് ഓഫ് നോട്ട്സ് RBI യൂസസ് 4 ഫെസിലിറ്റീസ്. അപ്പോൾ ഈ നോട്ട്സും അതേപോലെ കോയിൻസും മിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI 4 ഫെസിലിറ്റീസാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ആദ്യത്തത് SPMCIL, ദാറ്റ് ഇസ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. It is a wholly owned company of the Government of India at Nashik, Maharashtra and Devas, Madhya Pradesh. അതായത് ഈ SPMCIL എന്ന് പറയുന്നത് 2 സ്ഥലത്തായിട്ടാണുള്ളത്. ഒന്ന് നാഷിക് മഹാരാഷ്ട്രയിലും അതേപോലെ മധ്യപ്രദേശിലും ദേവാസിലും. സോ ഇതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്യുന്ന ഒന്നാണ്. ഇത് നോട്ട്സ് പ്രിൻറ്റ് ചെയ്യാനും കോയിൻസ് മിൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത വന്നിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ അതായത് BRBNMPL. ഇത് പൂർണ്ണമായിട്ടും ഇറ്റ്സ് ഓൺഡ് ബൈ RBI അറ്റ് മൈസൂർ കർണാടക ആൻഡ് സൽബോണി വെസ്റ്റ് ബംഗാൾ. സോ അതായത് ഇത് ഏറ്റവും കൂടുതൽ
യൂസ് ചെയ്യുന്നത് നോട്ട്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇത് ഫുള്ളി ഓൺ ചെയ്തിരിക്കുന്നത് RBI ആണ്. 2 സ്ഥലങ്ങളിലാണുള്ളത്, കർണാടകയിലും മൈസൂരിലും അതേപോലെ വെസ്റ്റ് ബംഗാളിലും സൈൽബോണിയിലും. ആൻഡ് നോട്ട്സ് റേഞ്ചിങ് അപ് ടു 10,000 ആൻഡ് കോയിൻസ് അപ് ടു 1,000. ആൻഡ് ഇതിലൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നോട്ട്സിനാണെങ്കിൽ 10,000 രൂപ വരെ അവർക്ക് നോട്ട്സിന് മാക്സിമം പോകാൻ പറ്റുന്ന ലിമിറ്റ് അതാണ്. എന്നാൽ അതേ സമയത്ത് കോയിൻസ് 1000 രൂപയാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ. സോ ഇതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ബാങ്ക്. അതായത് ബാങ്കുകളുടെ ബാങ്കാണ് ഈ RBI എന്ന് പറയുന്നത്. RBI വർക്ക്സ് ആസ് എ സെൻട്രൽ ബാങ്ക് ഇൻ വിച്ച് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ക്യാൻ ഡെപ്പോസിറ്റ് മണി. അതായത് നമ്മൾ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ, നമ്മൾ അവിടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും, നമ്മളവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, ലോൺ ആക്സസ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ RBIയിലും ഇതേപോലെ നമ്മുടെ സാധാ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെങ്കിലും ശരി, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണെങ്കിലും ശരി, എല്ലാം തന്നെ ഈ RBIയിലും അവർക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. RBI maintains accounts of all scheduled banks, commercial banks, create credit and grants financial accommodation to scheduled banks. So ഇത്തരം കാര്യങ്ങൾ RBI ചെയ്യുന്നതാണ്. Then duty of RBI is to control the CPR, then repo rate, etc. Acts as a lender of the last resort by providing advance to banks. അതായത് ബാങ്കുകൾക്കൊക്കെ അവർക്ക് തീരെ ആവശ്യം വരുന്ന സമയങ്ങളിൽ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് ആയിട്ടും RBI ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് റെഗുലേറ്റർ ഓഫ് ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു റെഗുലേറ്റർ ആയിട്ട് നിൽക്കുന്നതും RBI തന്നെയാണ്. ആസ് എ റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ദി ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഇറ്റ് എൻഷുവേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി ബാങ്കിങ് സിസ്റ്റം. സോ അതായത് ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് പബ്ലിക് കോൺഫിഡൻസും അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എൻഷുർ ചെയ്യുന്നത് RBI ആണ്. എങ്ങനെയാണ്? RBI യൂസസ് മെത്തേഡ്സ് ലൈക്ക് ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻസ്, ഓഫ് സൈറ്റ് സർവീലിയൻസ്, periodic meetings to supervise new bank license, setting capital requirements and regulating interest rates in specific areas. സോ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓഫ് സൈറ്റ് സർവീലൻസ് നടത്താറുണ്ട്. പുതിയ ബാങ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ബാങ്കുകൾക്ക് തന്നെ വേണ്ട ലൈസൻസ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ തന്നെ RBI ആണ്. സോ അതുകൊണ്ടാണ് RBIൻ്റെ റെഗുലേറ്റർ ഓഫ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഫേക്ക് കറൻസി. ഫേക്ക് കറൻസി ഡിറ്റക്ട് ചെയ്യുന്നതും RBI തന്നെയാണ്. To curb the counterfeit money problem in India, RBI has launched a website to raise awareness among masses about fake banknotes in the market. സോ അതായത് ഈ കള്ളപ്പണം, അതാണ് ഈ ബ്ലാക്ക് മണി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മാർക്കറ്റിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും RBI തന്നെയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൺ 22nd March, January 2014, RBI gave a press release stating that after 31st March 2014, it will completely withdraw from circulation of all banknotes prior to 2005. From 1st April 2014, the public will be required to approach the banks for exchanging notes. സോ അതായത് January 22, 2014 ആ സമയത്ത് RBI ഒരു പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2005 മുമ്പുള്ള എല്ലാ ബാങ്ക് നോട്ട്സും ഇനി സർക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അതായത് അവർ ബാങ്കുകളിൽ അപ്രോച്ച് ചെയ്തു 1st April 2014 മുതൽ ഇവരെല്ലാവരും ബാങ്ക് അപ്രോച്ച് ചെയ്ത് ഈ ബാങ്ക് നോട്ട്സ് അവർക്ക് മാറ്റി വാങ്ങാവുന്നതാണ്, എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാവുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബ്ലാക്ക് മണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ദ മൂവ് ഫ്രം RBI is expected to unearth black money held in each. ആരെങ്കിലും കയ്യിൽ ഇത്തരം പൈസകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തരം നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ RBI കൊണ്ടുവരുന്നത്. ആസ് ദ ന്യൂ കറൻസി നോട്ട് ഹാവ് ആഡഡ് ഇൻക്രീസ്ഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അവർ ഉദ്ദേശിക്കുന്ന വാട്ടർമാർക്ക്, ഇമേജസ്, അങ്ങനെ പല കാര്യങ്ങളാണ്. ദേ വുഡ് ഹെൽപ്പ് ഇൻ കർബിംഗ് ദ മെനസ് ഓഫ് ഫേക്ക് കറൻസി. സോ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അഡീഷണൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോട്ടിനകത്ത് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഫേക്ക് കറൻസി സർക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേക്ക് കറൻസി ഉണ്ടാകുന്നതിൽ നിന്നും ഈ ഒരു കാര്യത്തെ ഒഴിവാക്കി നിർത്തുന്നതാണ്. സോ ഇതെല്ലാം കൊണ്ടുവരുന്നത് RBI ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് RBIയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഡിറ്റക്ഷൻ ഓഫ് ഫേക്ക് കറൻസി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് RBIയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കുക. ഞാൻ ഇനിയും ഇത്തരം കാര്യങ്ങൾ, അതായത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇതിനെ റിലേറ്റ് ചെയ്ത് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ആ ഒരു എല്ലാ വേർഡ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം ടേംസിൻ്റെ എല്ലാം തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ആ വീഡിയോസും തുടർന്ന് കാണുക. സോ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഈ ചാനൽ എപ്പോൾ വീഡിയോസ് വന്നാൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു.